ഇറങ്ങിച്ചെല്ലുന്നു. ആ ഒഴുകി വരുന്ന മാൻകുട്ടിയെ എടുത്ത് കരയിലെത്തി. അവിടെ കടത്തി പോകാൻ പറ്റുമോ? പ്രസവിച്ച് വീണിട്ടേ ഉള്ളൂ, പാല് കൊടുക്കണ്ടേ. അപ്പോൾ അദ്ദേഹം ആ മാൻകുട്ടിയെയും എടുത്ത് മാൻപേടകളുടെ അടുത്തെത്തി ഈ മാൻകുട്ടിക്ക് വേണ്ട പാലെല്ലാം നൽകുന്നു. കുറച്ചു കഴിഞ്ഞു മാൻകുട്ടി കുറേശ്ശെ ഓടിച്ചാടി നടക്കാൻ തുടങ്ങി. അപ്പോൾ വേണമെങ്കിൽ അദ്ദേഹത്തിന് ഉപേക്ഷിക്കാമായിരുന്നു. നമ്മൾ സാരല്യ എന്ന് വിചാരിച്ച് ചില ഭൗതിക വിഷയങ്ങളിൽ ചെന്ന് പെട്ടാൽ ഊരിപ്പോരാൻ സാധിക്കില്ല. ഇതാണ് ഇവിടെ കാണിക്കുന്നത്. ഭരതന് ആ മാൻകുട്ടിയെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല. ഈ മാൻകുട്ടിക്ക് അച്ഛനില്ല, അമ്മയില്ല, ബന്ധുക്കളില്ല. അപ്പോൾ കാട്ടിലൊറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ വല്ല ദുഷ്ടമൃഗങ്ങളും വന്ന് പിടിച്ചാലോ എന്ന തോന്നല്. അപ്പോൾ മാൻകുട്ടിയെ ഉപേക്ഷിച്ചു. പിന്നെ മാൻകുട്ടി വലുതായി, പുല്ല് തിന്നാൻ തുടങ്ങി, വെള്ളം കുടിക്കാൻ തുടങ്ങി. അപ്പോൾ വേണേ ഉപേക്ഷിക്കായിരുന്നു. അപ്പോഴും അദ്ദേഹത്തിന് എങ്ങനെയോ ഉപേക്ഷിക്കുക. ഞാനും ഈ മാൻകുട്ടിയെ കാട്ടിലൊറ്റയ്ക്ക് ചെയ്തതുകൊണ്ടാണ്. അങ്ങനെ ഈ മാനിനോടുള്ള സ്നേഹം നിമിത്തം മാനിനെ ശുശ്രൂഷിക്കുവാനേ സമയമുണ്ടായിരുന്നുള്ളൂ. ഭഗവാനെ സേവിക്കുവാൻ സമയം ഇല്ലാതെയായി. മാത്രമല്ല മാനിനു വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് ഏതായാലും ഇനി കുറച്ചു നേരം അത് കളിച്ചു നടക്കട്ടെ, ഒന്ന് ഭഗവാനെ ധ്യാനിക്കാം എന്ന് വിചാരിച്ച് കണ്ണടയ്ക്കുമ്പോൾ, മുമ്പൊക്കെ കണ്ണടച്ചാൽ ഉടനെ ഭഗവാനെ പീരി തിരുമടി ഉള്ളിൽ കാണാമായിരുന്നു. ഇപ്പോഴോ കണ്ണടക്കേണ്ട താമസം ആ മാൻകുട്ടിയുടെ മുഖമാണ് ഉള്ളിൽ കാണുന്നത്. പിന്നെ ധ്യാനം കുറച്ചില്ല, വേണ്ടാന്ന് വെച്ചു. എന്നാലും ചിലപ്പോൾ അദ്ദേഹം ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം എന്ന് വിചാരിച്ച് കണ്ണടച്ച് ഭഗവാനെ ധ്യാനിക്കാൻ വളരെ ശ്രമിക്കുമ്പോൾ ഈ മാൻകുട്ടി അടുത്ത് വരും. തൻ്റെ യജമാനനല്ലേ, സ്നേഹം കൊണ്ട് ആ കൊമ്പ് മേലൊക്കെ ഇങ്ങനെ ഒഴിക്കുക. അപ്പോൾ ധ്യാനം ശരിയാകുമോ? ധ്യാനം ശരിയാവില്ല. അദ്ദേഹം വേണ്ട മാനിൻ്റെ കാര്യങ്ങൾ നോക്കാം എന്ന് വിചാരിക്കുക. കാലം ആരെയും കാത്തു നിൽക്കില്ല. നമ്മൾ അനവധി തവണ കേട്ടുവതല്ലേ. ഭരതന് പ്രായമായി, വാർദ്ധക്യസഹിതമായിരിക്കുന്ന വയ്യായ്മകൾ വന്നു. മരണത്തെ കാത്തുകൊണ്ട് അദ്ദേഹം കിടക്കുന്നു. തൻ്റെ യജമാനൻ ഇളകാൻ വയ്യാതെ കിടക്കുക. ഇത് കണ്ടപ്പോൾ മാൻകുട്ടിക്ക് സങ്കടമായി.